എല്ലാവർക്കും ഋഷിശ്രീയിലേക്ക് സ്വാഗതം. പുതിയൊരു ഗെയിം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ സൂപ്പർ സെൽസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുതിയൊരു ഗെയിമാണ്. പുതിയല്ല, പഴയ ഗെയിമാണ് ബൂം ബീച്ച്. ഞാനിത് ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തിന് മുകളിൽ ആയി കളിക്കുന്നത്. ഒരു 2016, 17 അല്ലാന്നുണ്ടെങ്കിൽ 2015 തൊട്ട് കളിക്കുന്നതാണ്. ശരിയാണ്, 2015 തൊട്ട് കളിക്കുന്നത്. ടൗൺ ഹാൾ എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് 22 ആയി. ഇത് ഒരു ബാറ്റിൽ ഗെയിമാണ്. ഇതാണ് നമ്മളുടെ ക്രൂസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഡൗൺലോഡ്സൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 കോടി മുകളിലുള്ള ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഗെയിം. ഇതിനകത്തെന്ന് വെച്ചാൽ ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ഇത് സ്നൈപ്പർ ടവറാണ്, ഇതെന്ന് വെച്ചാൽ റോക്കറ്റ് ലോഞ്ചർ, ഇങ്ങനെയൊക്കെ ഓരോ ഡിഫൻസുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടൗൺ ഹാളിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിമീസിൽ നിന്ന് ടൗൺ ഹാളിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അതിനകത്ത് ഈ വരുന്ന ഈ മരങ്ങളൊക്കെ ഇല്ല, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതിൻ്റെ നല്ല വൃത്തിക്കൊക്കെ കൊണ്ടുവരാൻ ഞാൻ കുറേ നാളായി കളിച്ചിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇൻസ്റ്റാൾ ചെയ്താണ് ഞാൻ ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ ക്രൂസ്. ഞാൻ ജസ്റ്റ് ഒരു അറ്റാക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ബേസ് ഈ വോൾക്കാനുണ്ട്. ഞാൻ പഠിച്ചോളൂ ഡോക്ടർ ഇതാഴ്ച ക്ലീൻ ആക്കിയത് ഞാനിപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കാണാം, നോക്കാം. ഞാനൊരു ലെവൽ അറ്റാക്ക് ചെയ്ത് അയച്ചു തരാം. ദൈവമേ, ഇത് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള എന്തായാലും ഒരു അറ്റാക്ക് ചെയ്യാം. പിന്നെ ആവുന്നുള്ള അറിയില്ല, നോക്കി നോക്കാം. ട്രൂപ്സ് ജനറേഷൻ നോക്കാം. ഇവിടെ നമ്മൾ ട്രൂപ്സൊക്കെ അടിച്ചു പോയപ്പോൾ എല്ലാം ഇതായി കിടക്കുന്നുണ്ട്. ഞാൻ ഈ സെയിം ട്രൂപ്സ് തന്നെ റിക്രൂട്ട് ചെയ്യുന്നതിന് നമുക്ക് കോയിൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എൻ്റെ ഓൾമോസ്റ്റ് 79 ലക്ഷത്തിൻ്റെ അടുത്ത് കോയിൻസ് ഉണ്ട്. ആ കോയിൻസ് വെച്ചാണ് നമ്മൾ എന്നെ റിക്രൂട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഒരു ഷിപ്പ് എന്നെ കണ്ടിന്യൂ ഫുൾ എടുക്കാനായിട്ട് 35 മിനിറ്റ്. ഓരോ ട്രൂപ്പിന് ഓരോ ടൈമാണ്. അങ്ങനെ ഓരോ ട്രൂപ്പും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്ഗ്രേഡ് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്ത് ഞാൻ എൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൗൺ ഹാളിൽ എത്രയാണോ മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക അത് എല്ലാം മാക്സിമം അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത ടൗൺ ഹാളിലേക്ക് അപ്ഗ്രേഡ് ആകും. അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. നമുക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ്. ഓരോ റിവാർഡ്സ് ആയിട്ട് ഡെയിലി കളിക്കുമ്പോൾ ഡെയിലി ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതന്നെയാണ്, ഇത്രേ ഉള്ളൂ ഗെയിം. ഇതിൻ്റെ ഇടയിൽ പിന്നെ 3-4 ഡിഫൻസുകളായിട്ട് ഇങ്ങനെ ഒരു ഇവൻറ്റുകളായിട്ട് വരുന്നതാണ്. ഒന്ന് ഡോക്ടർ ടി വോൾക്കാൻ ഐലൻഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഹേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു ഐലൻഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ക്യാപ്റ്റൻ ഷിപ്പ് ആയിട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, നമ്മൾ ഡിഫൻസ് എടുക്കാൻ വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ജനറേറ്റ് ചെയ്തിട്ടാണ്. ഇതാണ് മാക്സിമം സ്കൗട്ട് വ്യൂ വരുന്നത്. ഈ വ്യൂവിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മളെല്ലാവരും അടിക്കേണ്ടത്. ഇത് മാക്സിമം ആയതിനു ശേഷം ഞാൻ നിർത്തിയത്. അതിന് ശേഷം കുറേ അപ്ഡേഷൻ വന്നിട്ടാണ് ഇപ്പോൾ ടൗൺ ഹാൾ മാക്സിമം കയറ്റിയിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ ലിങ്കും അതേപോലെ iOS-ൻ്റെ ആൻഡ്രോയിഡിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും കളിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം സൂപ്പർ സെൽസിൻ്റെ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷാർ ഗെയിംസ്. അത് ഇന്നേ വരെ ബോറടിക്കില്ല ഒരാൾ. ഇത് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് എടുക്കും. കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അൺഇൻസ്റ്റാളൊക്കെ ചെയ്ത് പോകും. എന്നാലും നമ്മൾ ഈ ഗെയിമിൽ തന്നെ തിരിച്ച് വരും. അത് സൂപ്പർ സെല്ലിൻ്റെ ഒരു പവറാണ്, പറഞ്ഞിട്ടായിരിക്കും. ഇതിനകത്ത് ഓരോ ട്രൂപ്സിനുമുള്ള ഓരോ ഗൺ ബൂട്ടിനും അതേപോലെ ട്രൂപ്സിനും ഒക്കെ ആയിട്ട് ഓരോ സ്റ്റാച്യൂസ് വരുന്നുണ്ട്. ആ സ്റ്റാച്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പവർ കൂട്ടാൻ പറ്റും. ഇതിപ്പോൾ നോർമൽ ആർച്ചറിന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9200 ഹെൽത്ത് എന്നുണ്ടെങ്കിൽ ഈ ട്രൂപ്പ് ഹെൽത്തിൻ്റെ ഡിഫൻസിൻ്റെ സ്റ്റാച്യു വെച്ച് കഴിഞ്ഞാൽ ഒരു എത്ര പെർസെൻറ്റേജാണോ കൂടുതൽ ആ പെർസെൻറ്റേജും കൂടെ അവിടെ കൂടുതലുള്ള കാണിക്കും. അങ്ങനെ ഓരോന്നിനും ഉണ്ട്, ഓരോ ഡിഫൻസിനും ഓരോന്നാണ് കാണിക്കുന്നത്. കണ്ടിട്ട് അതിൻ്റെ ഇതാണ് കാണിക്കുന്നത്, അതിൻ്റെ ഡിഫൻസ് ഗൺ ബൂട്ടുണ്ട്. അതേപോലെ ട്രൂപ്പിൻ്റെ ഹെൽത്ത്, ഇത് ബിൽഡിങ്സ്, നമ്മളൊക്കെയുള്ള ബിൽഡിങ്സിൻ്റെ എത്ര
പെർസെൻറ്റേജ് കൂടെ കൂടുതൽ കിട്ടും. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്കൾപ്റ്ററിൽ പോയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ട്രേഡേഴ്സ് വരും, നമുക്ക് ഫ്രീ ആയിട്ട് ഫസ്റ്റ് ഫ്ലോ നമുക്ക് അതിൻ്റെ ഒരു ടോക്കൺ ഉണ്ട്, ആ ടോക്കൺ കൊടുത്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാം. അതൊന്നും നോക്കാറില്ല ഞാൻ, നേരെ ഷിപ്പ് അടിക്കുക, അറ്റാക്ക് ചെയ്യുക, കളിക്കുക, ഇത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഈ ട്രൂപ്സൊക്കെ ജനറേറ്റ് ആയി വരാനായിട്ട് നോക്കിയാൽ ഓൾമോസ്റ്റ് 33 മിനിറ്റ് ഉണ്ട്. ആകെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഗെയിം ഓരോ അറ്റാക്ക് കഴിഞ്ഞ് ഇപ്പം ഇൻ കേസ് എല്ലാ ട്രൂപ്സും വൈപ്പായി കഴിഞ്ഞാൽ രണ്ടാമത് ജനറേറ്റ് ആവാൻ 1 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടൈം അടുത്ത കളി കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് വരും. അങ്ങനെയാണ് ഈ ഗെയിമിനോടൊരു ബോറടി ആവുന്നത്. ബാക്കി എല്ലാ കാര്യത്തിനും അടിപൊളിയാണ്. ട്രൂപ്സ് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിലും അല്ലാത്ത കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം, അപ്ഡേറ്റ് ചെയ്യുക. എൻ്റെ ചാനലിൽ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ട് എൻ്റെ കമൻറ്റിലിട്ട് പറയാം എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ. താങ്ക് യു.